ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ ദൈവവചന കേൾവിക്കായി കാതോർത്തിരിക്കുന്ന എല്ലാ വിശുദ്ധരെയും ക്രിസ്തയേശുവിൽ സ്നേഹവന്ദനങ്ങൾ ചൊല്ലുന്നു. ഈ വിശുദ്ധ ഞായറാഴ്ച പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചൊരു തിരുവചനം ഞാൻ വായിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 52-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ യേശുവിൻ്റെ മറുപടി ഇങ്ങനെയാണ്: കരയേണ്ട, അവൾ മരിച്ചില്ല, ഉറങ്ങുകയാണ് എന്ന് യേശു പറഞ്ഞു. യായിറോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, പള്ളിപ്രമാണിയായൊരു മനുഷ്യൻ, യേശുവിൻ്റെ കാൽക്കൽ വന്ന് വാസ്തവത്തിൽ തൻ്റെ മകളുടെ പ്രാണനു വേണ്ടി, വിടുതലിനു വേണ്ടി ദൈവത്തോട് യാചിക്കുകയാണ്. യേശു തൻ്റെ വീട്ടിൽ വരണം എന്നുള്ളതാണ് തൻ്റെ ആഗ്രഹം. വീട്ടിലെത്തുമ്പോൾ യാക്കോബ്, യോഹന്നാൻ, പത്രോസ് അവരെ അല്ലാതെ മറ്റാരെയും കൂട്ടാതെ തൻ്റെ അമ്മയെയും അപ്പനെയും യേശുവും ഇങ്ങനെ 6 പേരടങ്ങുന്ന ഒരു സംഘം ആ മുറിക്കകത്തേക്ക് കയറുമ്പോൾ എല്ലാവരും അവളെ ചൊല്ലി കരയുമ്പോൾ, മുറയിടുമ്പോൾ യേശുവിൻ്റെ വാക്ക്: കരയേണ്ട, അവൾ മരിച്ചില്ല, ഉറങ്ങുകയാണ്. നമ്മളും ഒരുപക്ഷെ വേദനിച്ച്, കരഞ്ഞ്, നിലവിളിച്ച് എൻ്റെ കൂടെ കരയാൻ ആരുമില്ല, എൻ്റെ ജീവിതത്തിൽ കരച്ചിൽ മാത്രമേ ഉള്ളൂ, ജനിച്ച നാൾ തൊട്ട് ഞാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, ജനിച്ച നാൾ തൊട്ട് ഞാൻ ഒറ്റപ്പെട്ടവളാണ്, എന്നെ കൈത്താങ്ങാൻ ഒരു വ്യക്തി പോലുമില്ല, എന്നോട് സഹായത്തിൻ്റെ, ബലപ്പെടുത്തുന്ന ഒരു വാക്ക് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കാൻ ഒരാളില്ല. കർത്താവേ, കരഞ്ഞു തീർക്കാൻ വേണ്ടി മാത്രം ജനിച്ചവളാണോ ഞാൻ എന്ന് നമ്മൾ ചോദിച്ചേക്കാം. പക്ഷെ സ്വർഗത്തിലെ ദൈവം ഈ വിശുദ്ധ ഞായറാഴ്ച നമ്മളോട് പറയുന്നു: കരയേണ്ട. യേശു കരയേണ്ട എന്ന് പറഞ്ഞാൽ ഈ ലോകം മുഴുവൻ കരഞ്ഞാലും അതിനകത്ത് ദൈവത്തിന് വിടുതലുണ്ട്. ഈ ലോകം മുഴുവൻ പരിഹസിച്ചാലും ദൈവവേദനയിലെ യേശു കരയേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ കരച്ചിൽ വരത്തില്ല. കരയാൻ ശ്രമിച്ചാൽ പോലും കരച്ചിൽ വരത്തില്ല. ലോകം നമ്മളെ പരിഹസിക്കുമ്പോൾ നമ്മുടെ നോട്ടം കർത്താവിങ്കിലേക്കാണെങ്കിൽ ആ കർത്താവിൻ്റെ മഹത്വം അവിടെ വെളിപ്പെടുവാനിടയായിത്തീരും. ആൾക്കൂട്ടം കണ്ട് പ്രതികൂലങ്ങളെ അവഗണിക്കാതെ, പ്രതിസന്ധികളെ പരിഗണിക്കാതെ നാം മുന്നോട്ട് പോകുവാൻ നാം തയ്യാറാകുന്നു എങ്കിൽ നമുക്ക് വേണ്ടി ഇന്നും അത്ഭുതം ചെയ്യുവാൻ കഴിവുള്ള ഒരു നാഥൻ നമ്മളായിരിക്കുന്ന പടകിനകത്തേക്ക് ഏത് പ്രതികൂല കാറ്റ് ആ പടകിൽ ആഞ്ഞടിച്ചാലും ആ കടലിൻ്റെ മുകളിലൂടെ നടന്ന് എൻ്റെ പടകിലെത്തി എന്നെ ആശ്വസിപ്പിച്ച് എന്നെ മറുകരയെത്തിക്കാൻ കഴിവുള്ള ദൈവമാണ് ഞാൻ സേവിക്കുന്ന ദൈവം. അതുകൊണ്ട് പ്രിയരെ, നമ്മുടെ ആരാധന കുറയണ്ട, നമ്മുടെ കരച്ചിൽ കുറയണ്ട, നമ്മുടെ കണ്ണുനീരിൽ അവന് വാസ്തവമായി ആ കർത്താവിന് മനസ്സലിവുണ്ടാകും. യേശു പറയുന്നു, പരിഹാസികളുടെ നടുവിൽ കർത്താവ് പറയുന്നു, പരിഹസിക്കും എന്നറിഞ്ഞിട്ട് തന്നെയാ കർത്താവ് പറയുന്നത്: ദൈവവേദനേ, നീ കരയണ്ട. നിന്റെ വിഷയം മരിച്ച വിഷയമല്ല, ജീവനുണ്ട്. അതിനകത്ത് മടക്കി വരുത്താൻ കഴിവുള്ള ദൈവമുണ്ട്. ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ തിരുവചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ തലമുറയ്ക്ക് വേണ്ടി നാളുകളായി മാസങ്ങളായി എത്രയോ വർഷങ്ങളായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മാതാവോ പിതാവോ ഒരു സഭാ ശുശ്രൂഷകനോ ആയിരിക്കാം. പക്ഷെ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളോട് ദൂത് പറയുന്നു: കരയേണ്ട. അവനെ തിരിച്ചു വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. തിരുവചനം പറയുന്നു, മക്കൾ യഹോവ നൽകുന്ന ദാനമാണ്. ഏതോ ദൈവിക ദാനങ്ങൾ നിങ്ങളുടെ നടുവിൽ നിന്ന്, നമ്മുടെ നടുവിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയെന്ന് വിചാരിക്കുക. അതിനെ തിരിച്ച് വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള ഒരു ദൈവം നമ്മുടെ കണ്ണുനീരിൻ്റെ നടുവിൽ അത്ഭുതം ചെയ്യുവാൻ മതിയായ ദൈവമാണ്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ തിരുവചനം കേൾക്കുമ്പോൾ എനിക്കിനി പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞ് വാതിലടച്ചു കളയരുത്. ആ കർത്താവിനായിട്ടൊരവസരം കൊടുക്കുക. എത്രയോ ഇൻ്റർവ്യൂകൾ ഞാൻ പരീക്ഷിച്ചു നോക്കി, എത്രയോ എക്സാമുകൾ ഞാൻ എഴുതി, ഇനി എനിക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടു പോകരുത്.
വാസ്തവമായി ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. തക്ക സമയത്ത് നമ്മളെ മാനിക്കുന്ന ദൈവം, നമ്മുടെ കണ്ണുനീരിന് മറുപടി തരുന്ന ദൈവം, നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവം. ഈ വിശുദ്ധ ദിവസം ദൈവവേദിയിൽ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ദൈവത്തെ വാസ്തവമായി ദൈവമുഖം നോക്കി ആരാധിക്കുന്ന നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ ഇന്നും പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് എന്നെ നിങ്ങളെ ഓർത്ത് മധ്യസ്ഥ അണയ്ക്കുന്ന ആ കർത്താവ് നമ്മുടെ കണ്ണുനീര് കാണുന്നുണ്ട്. ആരും കാണുന്നില്ല എന്ന് പറഞ്ഞ്, ആരും എൻ്റെ വേദന അറിയുന്നില്ല എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞ നിമിഷങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഒരു വിശ്വാസത്തോടെ ഹാഗാറിനെ പോലെ മരുഭൂമിക്കകത്തായിരിക്കാം, ഒറ്റപ്പെട്ട് തള്ളപ്പെട്ട് നിന്ന അനുഭവിക്കുന്ന വേദന അനുഭവിക്കുന്ന അനുഭവത്തിലായിരിക്കാം. ഭയപ്പെടരുത്, കരയേണ്ട, നിങ്ങളുടെ വിഷയം മരിച്ചിട്ടില്ല. തിരിച്ചു വിളിച്ചു വരുത്താൻ കഴിവുള്ളൊരു ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. അവൻ നമ്മുടെ വലങ്കരം പിടിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രത്യാശയോടെ ആ ദൈവമുഖത്തേക്ക് നോക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു.